നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. ഇവിടെ ഇരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ഹെഡ്സും രാജിവെച്ച് പോയി. 16 പേര് അവിടുന്ന് രാജിവെച്ച് പോയി. ഇപ്പോൾ അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഹെഡ്സ് ഇല്ല. അവിടെ എന്ത് വിദ്യാഭ്യാസം നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്വേഷിക്കാറില്ല. This is Vinod Sukumare, Dean at Kirnivasa. My name is Raka Datta and HOD of Direction Department. My name is Shan Mohammed. I am the HOD Editing Department. I am Pramod Thomas, Professor, Sound Recording and Sound Design. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിനെതിരെയുള്ള മുൻ ചെയർമാനും ചലച്ചിത്രകാരനുമായ അടൂർ ഗോപാലകൃഷ്ണന്റെ ആരോപണങ്ങൾക്കെതിരെ ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അടൂരിന്റെ പരാമർശങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും അവർ പ്രസ്താവനയിൽ അറിയിച്ചു. 2013-14 കാലഘട്ടത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് നിർമ്മിച്ചത്. 12 കോടിയോളം രൂപ ചെലവഴിച്ച് ക്യാമറകൾ, എഡിറ്റിംഗ് സ്യൂട്ടുകൾ, മ്യൂസിക് സ്റ്റുഡിയോ, ഷൂട്ടിംഗ് ഫ്ലോർ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ അക്കാലത്ത് സ്ഥാപിച്ചു. ക്യാമറ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന അടൂരിന്റെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി. ഈ വികസനങ്ങൾക്ക് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം, മുൻ IAS ഉദ്യോഗസ്ഥൻ G രാജശേഖരൻ എന്നിവരുടെ നേതൃത്വം നിർണായകമായിരുന്നു. പിന്നീട് പ്രമുഖ ചലച്ചിത്രകാരൻ ഹരികുമാർ ചെയർമാനും ഡോക്ടർ K അമ്പാടി ഡയറക്ടറുമായിരുന്ന കാലഘട്ടത്തിലാണ് പ്രിവ്യൂ തിയേറ്റർ, കളർ കറക്ഷൻ സ്റ്റുഡിയോ, മിക്സിംഗ് സ്റ്റുഡിയോ, ഗസ്റ്റ് ഹൌസ് എന്നിവയ്ക്കുള്ള അനുമതി നേടിയത്. അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനും ശങ്കർ മോഹൻ ഡയറക്ടറുമായിരുന്ന സമയത്താണ് ഈ പദ്ധതികൾ പൂർത്തിയാക്കിയത്. വിദ്യാർത്ഥി പ്രവേശനത്തിലും സർക്കാർ ജീവനക്കാരോടുള്ള വിവേചനത്തിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് നടന്ന വിദ്യാർത്ഥി സമരവും വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടും K ജയകുമാർ കമ്മീഷൻ റിപ്പോർട്ടും സമർപ്പിക്കപ്പെട്ടതോടെയാണ് ശങ്കർ മോഹൻ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞത്. ഈ റിപ്പോർട്ടുകളിൽ അന്നത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ ചൂണ്ടിക്കാട്ടി. നിലവിൽ സായി അക്തർ മിർസയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ. G ജോയി PR ഡയറക്ടറും. ദേശീയ തലത്തിൽ നടത്തിയ റിക്രൂട്ട്മെന്റിലൂടെയാണ് എല്ലാ അക്കാദമിക് വിഭാഗങ്ങളിലേക്കും അധ്യാപകരെ നിയമിച്ചത്. നിയമിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും FTII, SRFTI തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളോ ദേശീയ, അന്തർദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ നേടിയവരോ ആണ്. സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2024 6 വിഷയങ്ങളിലായി ആരംഭിച്ച 3 വർഷത്തെ PG ഡിപ്ലോമ കോഴ്സുകളിൽ 8 പെൺകുട്ടികളും 11 അന്യസംസ്ഥാന വിദ്യാർത്ഥികളും അടക്കം 60 സീറ്റുകളിലും പ്രവേശനം നടന്നു. എല്ലാ അഡ്മിഷനുകളും ദേശീയ തലത്തിൽ നടത്തുന്ന അഭിരുചി പരീക്ഷയും അഭിമുഖവും അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത്. അനുരാഗ് കശ്യപ്, വിശ്വദീപ് ചാറ്റർജി തുടങ്ങിയ പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകർ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ എടുക്കുന്നുണ്ട്. കൂടാതെ 2024-25 വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ സിനിമകളുമായി ജർമ്മനി, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മേളകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. പുതിയ സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങാനുള്ള നടപടികൾ നടന്നുവരികയാണ്. 2025 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങളിൽ, പ്രത്യേകിച്ച് യുവതലമുറയിൽ ഉണ്ടാകാവുന്ന തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിശദീകരണം നൽകുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.